ஸோ லியோ2க்காக வெயிட் பண்ணுறோம். லியோ2 அப்டேட் என்ன கொடுக்குறீங்களா சார்? இனிமேல் தான் எழுதணுமா, இது இருக்கிற கமிட்மெண்ட்ஸ் எல்லாம் முடிச்சுட்டு ரஜினி சார்து அண்ட் அடுத்து கைதி 2 இருக்குது, அதெல்லாம் முடிச்சுட்டு கண்டிப்பாக கூட ஒர்க் பண்ணுறது என்ன ജാലി தானே, எப்போ വേണാൽ എഴുതலாம். താങ്ക് യു സർ. കഴിഞ്ഞ ദിവസം നമ്മുടെ മൈലം എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടന്ന ഒരു സ്റ്റുഡൻറ്റ് ഫെസ്റ്റിൽ ചീഫ് ഗസ്റ്റായിട്ട് വന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് സെൻസേഷണൽ ഡയറക്ടറായ ലോകേഷ് കനകരാജ് ആയിരുന്നു. ആ ഇവൻറ്റിൽ വെച്ച് ആ കോളേജിലെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ച ചോദ്യമാണ് ഇന്ന് വിജയ് ആരാധകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചോദ്യം. സാർ, ലിയോ2 എപ്പോൾ വരും? ചോദ്യം ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, ആ സദസ്സ് മുഴുവൻ നിറഞ്ഞ കയ്യടികളായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, ലിയോ സിനിമയുടെ 2ാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. ആ ചോദ്യത്തിന് ലോകേഷ് പറഞ്ഞ മറുപടി ഇതാണ്: തീർച്ചയായിട്ടും വിജയ് സാറിനൊപ്പം വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ പരം സന്തോഷം എൻ്റെ സിനിമാ ജീവിതത്തിൽ വേറൊന്നും ഇല്ല എന്നാണ് ലോകേഷ് പറഞ്ഞത്. ഇപ്പോൾ തലൈവർ 171 എന്ന ചിത്രത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിലാണ്, അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഞാൻ കൈദി 2 കിടക്കും, അതും എഴുതി തീർത്ത സ്ക്രിപ്റ്റാണ്. അതിനുശേഷം ഞാൻ പ്ലാൻ ചെയ്യുന്നത് ലിയോ2 ആണ്. ലിയോ2വിനുള്ള സ്റ്റോറിയൊക്കെ ഏകദേശം ഓക്കെയാണ്, അത് പേപ്പറിലാക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ വേദിയിൽ വെച്ച് ലോകേഷ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ലിയോ2 എന്ന സിനിമയെപ്പറ്റി ഇതിനു മുന്നേ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ലോകേഷ് പറഞ്ഞു എന്ന് പറയുന്നത്, ലിയോ2 ഇനി സംഭവിക്കാൻ സാധ്യത കുറവാണ്. ലിയോ സിനിമയുടെ തന്നെ ആരും കാണാത്ത ഒരു 3.5 മണിക്കൂർ വേഷം പുറത്തുവിടാനാണ് ചാൻസ് എന്നാണ് പറഞ്ഞത്. പ്രൊഡ്യൂസേഴ്സ് അതിന് അനുമതി തന്നാൽ 3.5 മണിക്കൂറുള്ള ഫുൾ സിനിമ പുറത്തുവിടും എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടത് 2 മണിക്കൂർ 41 മിനിറ്റുള്ള ലിയോ എന്ന സിനിമയാണ്. എന്നാൽ ലിയോ എന്ന സിനിമയുടെ ഫുൾ ടൈം എന്ന് പറയുന്നത് അതല്ല, 3.5 മണിക്കൂറുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ യഥാർത്ഥ വേഷം പുറത്തുവിടുമെന്നൊക്കെയാണ് അന്ന് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ പടം ഇറങ്ങി ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇനി എന്തിനാണ് ആ 3.5 മണിക്കൂർ വേഷം പുറത്തുവിട്ടിട്ട്? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിലും നല്ലത് ലിയോ2 എന്ന സിനിമ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും ലോകേഷിനും തോന്നിയിട്ടുണ്ടാവുക. ചിലപ്പോൾ ലിയോ സിനിമയുടെ ആദ്യത്തെ പാർട്ട് 1 ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ, ആ ഭാഗങ്ങളൊക്കെ മിക്കവാറും ലിയോ2 ഉൾപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ലോകേഷ് പറഞ്ഞൊരു കാര്യമാണ്, കൈദി 2 എന്ന സിനിമയിൽ LCUലെ എല്ലാ കഥാപാത്രങ്ങളും വരും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ലിയോയുടെ ഒരു മാസ് എൻട്രി കൈദി 2 നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതെങ്ങനെ ഈ LCUലെ ക്യാരക്ടേഴ്സിനൊക്കെ കൈദി 2 കണക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അത് അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനിയാണ് മെയിൻ ക്വസ്റ്റ്യൻ, ലിയോ2വിൻ്റെ കഥ എന്തായിരിക്കും? നമുക്കറിയാം പാർത്ഥിപൻ എന്താണെന്നും പാർത്ഥിപൻ്റെ സ്റ്റോറി എന്താണെന്നും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. നിഗൂഢതകൾ ബാക്കിയാവുന്നത് ലിയോയിലാണ്. ലിയോ എന്ന കഥാപാത്രം ആരായിരുന്നു? എന്തായിരുന്നു ലിയോയുടെ ആ ഫ്ലാഷ് ബാക്ക്? ലിയോ എന്തിനാണ് പാർത്ഥിപനായി മാറിയത്? അങ്ങനെ ലിയോ2 എന്ന സിനിമയിൽ കോർ കണ്ടന്റായി വരാൻ ചാൻസ് ഉള്ള 6 കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിൽ ഒന്നാമത്തെ കാര്യം ഫേക്ക് ഫ്ലാഷ് ബാക്ക് ആണ്. നമുക്കറിയാം ലിയോ സിനിമയെപ്പറ്റി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നത് ലിയോ സിനിമയുടെ ഫ്ലാഷ് ബാക്കിനെ കുറിച്ചായിരുന്നു. ചില ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ചില ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു മിക്സഡ് റിവ്യൂസ് ആയിരുന്നു ആ ഫ്ലാഷ് ബാക്കിന് വന്നിരുന്നത്. പക്ഷേ റിലീസിന് ശേഷം നടന്ന ഇന്റർവ്യൂവിൽ ലോകേഷ് തന്നെ പറയേണ്ടായി, ആ ഫ്ലാഷ് ബാക്ക് എഫക്റ്റീവായിട്ട് പറയാൻ സാധിച്ചില്ല, അതിന് കുറച്ചുകൂടി സമയം വേണ്ടിയിരുന്നു. 3.5 മണിക്കൂർ സിനിമയായിരുന്നു, അത് വെട്ടിച്ചുരുക്കി 2:41 മാറ്റിയപ്പോൾ ആ ഫ്ലാഷ് ബാക്കിനെ അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തു. പിന്നീട് ആ ഭീകര സത്യം ലോകേഷ് തന്നെ വെളിപ്പെടുത്തിയത്. മൻസൂർ അലിഖാന്റെ വേർഷനിൽ മാത്രമാണ് ആ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഓഡിയൻസ് കേട്ടത്. ഓരോ ആളുകളും അവരവരുടെ പേഴ്സ്പെക്റ്റീവിലായിരിക്കും ആ സ്റ്റോറി പറയുന്നത് എന്നത് മൻസൂർ അലിഖാന്റെ ആ വേർഷൻ സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് കളയുണ്ടായി. 1008 கதை சொல்லுவான், ஒவ்வொன்றுக்கும் நிறைய பெர்ஸ்பெக்டிவ் இருக்கும். இது என்னோட பெர்ஸ்பெக்டிவ் 1999. പക്ഷേ സിനിമയിൽ പറഞ്ഞത് മൻസൂർ അലിഖാന്റെ വേർഷനാണ്, അത് ഒറിജിനൽ വേർഷൻ അല്ല. അതിൻ്റെ ഒറിജിനൽ വേർഷൻ എന്താണെന്നുള്ളത് ലിയോ സിനിമയുടെ പാർട്ട് 2 പറയാൻ പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് മൻസൂർ അലിഖാൻ അവിടെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ അത് ലിയോ എന്ന കഥാപാത്രത്തെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം അങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറഞ്ഞത്. ഈ കഥ GVMന്റെ ക്യാരക്ടറായ ജോഷി അറിഞ്ഞാൽ പാർത്ഥിപന്റെ ഭാര്യയായ സത്യ അറിയും. അങ്ങനെ ലിയോ എന്നൊരു ഫേക്ക് ചെയ്യുന്ന സംഭവം സത്യ ഇതോടെ തിരിച്ചറിയും. അതൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയായിരിക്കാം മൻസൂർ അലിഖാന്റെ ക്യാരക്ടർ ഈ കള്ളക്കഥ ഉണ്ടാക്കി പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥ ലിയോ സിനിമയുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി എന്താണെന്ന്
ലിയോ പാർട്ട് 2-ൽ ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ്, LCU ആൻഡ് ദാസ് ആൻഡ് കമ്പനി. നമുക്കറിയാം ലിയോ എന്ന സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ടുള്ള എല്ലാവരുടെയും ആകാംക്ഷയായിരുന്നു ഈ സിനിമയിൽ റോളക്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ സിനിമ ഇറങ്ങിയപ്പോൾ അവിടെ റോളക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും നിരാശരാവുകയാണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ടെയിലെൻഡിൽ ടൈറ്റിൽ ക്രെഡിറ്റിൽ ഒരു ശബ്ദം മാത്രമാണ് റോളക്സിൻ്റെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ശബ്ദം ഉണ്ടാക്കിയ ഓളം പോലും നമുക്ക് തിയേറ്ററിൽ അനുഭവിച്ചറിയാൻ പറ്റി. ശരിക്കും ആ ഒരു ശബ്ദം കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി റോളക്സ് എന്ന കഥാപാത്രത്തിന് പ്രേക്ഷകർക്കിടയിൽ എന്തോരം താല്പര്യം ഉണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ റോളക്സിൻ്റെ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് നോട്ടീസ് ചെയ്യാൻ പാകത്തിൽ റോളക്സ് എന്നുള്ള നെയിമെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ അവിടെ തിയേറ്ററിൽ കയ്യടി വീണനെ. പക്ഷേ ലോകേഷ് അതിന് ശ്രമിച്ചില്ല. ദാസൻ കമ്പനിയെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡ്രഗ് ഡീലറായിട്ടാണ് സിനിമയിൽ ചിത്രീകരിച്ചിരുന്നത്. പക്ഷേ ദാസൻ കമ്പനിയും LCUവും തമ്മിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് കണക്ഷൻ സിനിമയിൽ കാണിക്കാമായിരുന്നു. അതിനുള്ള ഒരു സ്പേസ് ആ സിനിമയിലുണ്ടായിരുന്നു. അതുവഴി റോളക്സും സന്തനവും ആടൈക്കളവും ഒക്കെ ആയിട്ട് കണക്ഷൻ കൊടുക്കാമായിരുന്നു. പക്ഷേ ദാസൻ കമ്പനിയെ സ്വതന്ത്രമായിട്ടാണ് ലിയോ സിനിമയിൽ ലോകേഷ് ചിത്രീകരിച്ചത്. ഒരുപക്ഷെ ലിയോ 2-ൽ അതിനുള്ളൊരു സാധ്യതയുണ്ട്. ദാസൻ കമ്പനിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ അവിടെ റോളക്സുമായിട്ടും സന്തനം ഗ്യാങ്ങായിട്ടും അടൈക്കളം ഗ്യാങ്ങായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ബ്രിഡ്ജ് അവിടെ കിടപ്പുണ്ട്. അത് വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്താൽ ലോകേഷിന് LCU ഫാൻസിൻ്റെ വക ഒരു വൻ വരവേൽപ്പായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലോട്ട് കിടക്കാം, ദ ഗോസ്റ്റ് ഗ്യാങ്. നമുക്കറിയാം ലിയോ സിനിമയുടെ ക്ലൈമാക്സിൽ മാത്രമാണ് ഏജന്റ് വിക്രമിനെയും മുഖംമൂടി ഗ്യാങ്ങിനെയും റിവീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ സിനിമയിൽ അവർ ലിയോ എന്ന ക്യാരക്ടറിന് പിന്നാലെ ഫോളോ ചെയ്യുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ഇന്റർവെല്ലിന് ശേഷം അതിനുള്ള ഒരു ഹിന്റ് സിനിമയിൽ തന്നെ തന്നിട്ടുണ്ട്. അങ്ങനെ ലിയോ എന്ന ക്യാരക്ടറെ ദാസൻ കമ്പനിയിൽ ഉള്ളപ്പോൾ തൊട്ട് തന്നെ ഏജന്റ് വിക്രമിന്റെ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സിനിമയിൽ തന്നെ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇത് കൂടുതലായി റിവീൽ ചെയ്യാൻ ചാൻസ് ഉള്ളത് ലിയോ 2-ലായിരിക്കും. കാരണം ഇപ്പോൾ ലിയോ സിനിമയുടെ ക്ലൈമാക്സിൽ മാത്രം കാണിച്ചിട്ടുള്ള ഏജന്റ് വിക്രമിനെയും ഗ്യാങ്ങിനെയും അതോടൊപ്പം തന്നെ വിക്രമിന്റെ ആളെന്ന് സംശയിക്കുന്ന ജോഷി ഉൾപ്പെടെ ഒരുപാട് പേരെ റിവീൽ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ലിയോ 2-ലായിരിക്കും. ഏജന്റ് വിക്രമിന്റെ ആളുകളെന്ന് സംശയിക്കുന്ന ഒരുപാട് പേര് ലിയോ സിനിമയിലുണ്ട്. അവരൊക്കെ എങ്ങനെ മുഖംമൂടി ഗ്യാങ്ങിന്റെ ഭാഗമായി എന്നുള്ളത് ലിയോ 2-ലായിരിക്കും കാണാൻ സാധിക്കുക. അതിൽ സംശയിക്കാവുന്ന ഒരു ക്യാരക്ടറാണ് GVMന്റെ ജോഷി എന്ന കഥാപാത്രം. ഈ കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ വെരി ഫസ്റ്റ് സീനിൽ പാർത്ഥിബനെ ഫോൺ ചെയ്യാനായിട്ട് ഫോൺ എടുക്കുമ്പോൾ ലിയോ എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുമല്ലോ എന്നും അറിയത്തില്ല. ശരിക്കും അതൊരു ഡയറക്ടർ ബ്രില്യൻസ് ആണോ അതോ പാളിച്ചയാണോ എന്ന് അറിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും GVMനെ ശരിക്കും മുഖംമൂടി ഗ്യാങ്ങിന്റെ ഒരു ഭാഗമാക്കാൻ സാധിക്കും എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നീട് പറയാവുന്ന ഒരു കാര്യമാണ് പോലീസ് സ്റ്റേഷനിലെ ഈ ക്യാരക്ടർ പാർത്ഥിബനും കുടുംബവും ആക്രമിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഈ കഥാപാത്രം എങ്ങനെ അറിഞ്ഞു എന്നുള്ളതും ശരിക്കും ഒരു ചോദ്യചിഹ്നമാണ്. അവിടെയും ഏജന്റ് വിക്രത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ശരിക്കും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും ലിയോ സിനിമയിൽ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ലിയോ 2-ൽ ഇതിനുള്ളൊരു സാധ്യതകളുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യമാണ് നെപ്പോളിയന്റെ കഥാപാത്രം എങ്ങനെയാണ് ലിയോ എന്ന കഥാപാത്രത്തിനടുത്ത് എത്തിയത് എന്നുള്ളത്. നമുക്കറിയാം ഹിമാചൽ പോലത്തെ ഒരു പ്രദേശത്ത് എങ്ങനെ ഒരു തമിഴ് പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നു എന്നുള്ളത് സംശയാസ്പദമായ ഒരു കാര്യമാണ്. ശരിക്കും അവിടെ ഗോസ്റ്റ് വിക്രമിന്റെ ഒരു കൈകടത്തലുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഉത്തരവും ലിയോ 2 സിനിമയിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത പോയിന്റിലോട്ട് പോകാം, അതാണ് ആന്റണി ദാസിന്റെ നരബലി. നമുക്കറിയാം ലിയോ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ആന്റണി ദാസിന്റെ നരബലിയും ആ വാളും. ലിയോ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ തന്നെ ആ വാള് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൻസൂർ അലിഖാൻ പറഞ്ഞ ഫേക്ക് ഫ്ലാഷ് ബാക്കിൽ മാത്രമാണ് ആന്റണി ദാസ് നരബലി നടത്തുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ആ നരബലി നടത്തിയത് ലിയോ ആണെങ്കിലോ? ചിലപ്പോൾ അതിനും ഒരു സാധ്യതയുണ്ട്. കാരണം ലിയോ സിനിമയുടെ ടൈറ്റിൽ കാർഡ് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അവിടെ ആന്റണി ദാസ് നരബലി നടത്തുന്ന അതേ വാള് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആന്റണി ദാസിന് നരബലി നടത്താനുള്ള ജാതകം ഒത്തുവന്നിരിക്കുന്നത് ലിയോയിലും സഹോദരിയായ എലീസയിലുമാണെന്ന് നമുക്ക് സിനിമയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അവിടെയും അതൊരു ഡ്രാമയാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവിടെ ഹരോൾഡ് ദാസിൻ്റെ ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത് പറയാതെ പറയുന്നുണ്ട് ഈ സീനിൽ. സഹോദരിയായ എലീസയിൽ നരബലി നടത്താനായി ജാതകം ഒത്തുവന്നതിന് പിന്നിൽ ഹരോൾഡ് ദാസിന് പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് ഈ സീനിൽ പറയാതെ തന്നെ സംവിധായകൻ പറയുന്നുണ്ട്. ശരിക്കും ഈ നരബലി കോൺസെപ്റ്റിന്റെ പിന്നാമ്പുറം എന്താണെന്ന് ലിയോ സിനിമയിൽ പറഞ്ഞു വെച്ചിട്ടില്ല. ഒരു പക്ഷേ അത് പറയാൻ പോകുന്നത് ലിയോ സിനിമയുടെ പാർട്ട് 2-ലായിരിക്കാം. അതോടൊപ്പം തന്നെ ലിയോയുടെ സിസ്റ്ററായ എലീസ എന്ന ക്യാരക്ടർ പറയുന്നൊരു കാര്യമാണ് ലിയോയുടെയും എലീസയുടെയും അമ്മ മരിച്ചതിന് പിന്നിലും ആന്റണി ദാസിന് പങ്കുണ്ട് എന്നുള്ളത്.
ശരിക്കും അതിനെപ്പറ്റി ഒരു വാക്കിൽ പറഞ്ഞു പോയതല്ലാതെ ലിയോ സിനിമയിലൊന്നും കാണിച്ചിട്ടില്ല. ഒരു പക്ഷേ അത് കാണിക്കാൻ പോകുന്നതും ലിയോ സിനിമയുടെ പാർട്ട് 2-ലായിരിക്കാം. അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ്, ആന്റണി ദാസിന് വേണ്ടി ലിയോ തൻ്റെ സ്വന്തം കൂട്ടുകാരനെ വകവരുത്തി എന്നും പറയുന്നുണ്ട്. അത് ആരാണെന്നോ എന്താണെന്നോ സിനിമയിൽ പറഞ്ഞിട്ടില്ല. അത് ആരാണെന്നും എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നും ലിയോ സിനിമയുടെ പാർട്ട് 2-ലായിരിക്കാം പറയാൻ പോകുന്നത്. ഇനി അതല്ല, ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെ 2.5 മണിക്കൂർ കൊണ്ട് ട്രിം ചെയ്തപ്പോൾ ഇത് മാറ്റി വെച്ചതായിരിക്കാം. എന്നിരുന്നാലും ഈ സംഭവമൊക്കെ കൂടെ വ്യക്തമാക്കാനുള്ള ഒരു ചാൻസ് വരുന്നത് ലിയോ 2-ലായിരിക്കും. കതിർ ആൻഡ് ഏജന്റ് ടീന. ലിയോ സിനിമയുടെ കാശ്മീർ ഷെഡ്യൂളിൽ എല്ലാവരും മേക്കിംഗ് വീഡിയോയിലും ഷൂട്ടിംഗ് സ്റ്റിൽസിലും നമ്മൾ കണ്ട ആളുകളാണ് കതിരും ഏജന്റ് ടീനയും. പക്ഷേ സിനിമയിലേക്ക് വന്നപ്പോൾ ഇവർ മിസ്സിംഗ് ആയി. എവിടെ പോയി? ആരും അറിയാത്തൊരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ പിക്ചേഴ്സിലൊക്കെ ഇതിന് കറക്റ്റായിട്ട് തെളിവുണ്ട്. ഇൻഫാൻ വ്യൂ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ തന്നെ കതിറും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ കൂടെ നിൽക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ശരിക്കും വൈറലായിരുന്നു. സിനിമയുടെ കാസ്റ്റിലും കതിറിൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സിനിമയിലേക്ക് വന്നപ്പോൾ ആ ക്യാരക്ടറിനെ കണ്ടില്ല. അയാൾ ഏജന്റ് ടീനയും കതിരും ഏത് ക്യാരക്ടറാണ് ചെയ്തത്, എന്താണ് ലിയോ സിനിമയിൽ അവരുടെ റോള് എന്നുള്ളത് ഇതുവരെ ആർക്കും വ്യക്തമായിട്ടില്ല. ഒരു പക്ഷേ ഇവരുണ്ടായിരുന്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്തതായിരിക്കാം, ചിലപ്പോൾ അത് ട്രിം ചെയ്തപ്പോൾ അത് മാറ്റി വെച്ചതായിരിക്കാം. അതുമല്ല, ഇനി ലിയോ 2-ലാണോ ഇത് കാണാൻ സാധിക്കുന്നത് എന്നും നമുക്കറിയാൻ സാധിക്കത്തില്ല. എന്തായാലും ലിയോ 2-ൽ ഏജന്റ് ടീനയും കതിരും ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. സത്യമംഗലം ഓർഫനേജ്. ലോകേഷിന്റെ LCU കഥാപാത്രങ്ങളിൽ സത്യമംഗലം ഓർഫനേജുമായിട്ട് ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്. നമുക്കറിയാം, വിക്രം എന്ന സിനിമയിൽ അമർ പറയുന്നുണ്ട് സത്യമംഗലം ഓർഫനേജിനെ പറ്റി. അതുപോലെ തന്നെ ലിയോ എന്ന സിനിമയിൽ ഒരു ഓർഫനേജിലാണ് താൻ വളർന്നതെന്നും പാർത്ഥിബനും പറയുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും സെയിം ആണെന്ന് ഒരിക്കലും ലിയോ സിനിമയിൽ പറഞ്ഞിട്ടില്ല. പകരം ലോകേഷ് ഇതൊരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. പക്ഷേ ഇത് സിനിമയിൽ എന്തുകൊണ്ട് ആഡ് ചെയ്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ലോകേഷ് പറഞ്ഞത്, സിനിമയിൽ അത് ആഡ് ചെയ്യുമ്പോൾ അത് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന പോലെ തോന്നും. അതിന് പകരം ചിലപ്പോൾ ഇത് വരാൻ സാധ്യതയുള്ളത് ലിയോ 2-ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ LCUവിലെ അമർ എന്ന കഥാപാത്രത്തെയും ലിയോ 2-ൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ലിയോ 2 സംഭവിച്ചാൽ ഉണ്ടായേക്കാവുന്ന ഒരു സാധ്യതകൾ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശരിക്കും ലിയോ സിനിമയ്ക്ക് ഒരു പാർട്ട് 2 ആവശ്യമുണ്ടോ? അതല്ലെങ്കിൽ ലിയോ സിനിമയുടെ ലിയോ എന്ന ക്യാരക്ടറെ മാത്രം LCUവിൽ ആഡ് ചെയ്തുകൊണ്ട് അടുത്ത സിനിമകളിൽ ലിയോ എന്ന ക്യാരക്ടർ മാത്രം മതിയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അതുവരേക്കും